ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ ഫൗന. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവരും തമ്മിൽ കണ്ടപ്പോഴും മനസ്സിലായി കാണും എൻ്റെ ലൈഫ് സ്റ്റോറി പറയാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഒട്ടും വൈകിപ്പിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടൊന്ന് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നാലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സത്യം പറയുകയാണെങ്കിൽ എനിക്ക് എന്ത് പറയണം, എങ്ങനെ തുടങ്ങണം എന്നൊന്നും എനിക്കറിയില്ല. ഇതുവരെയും ഞാനൊരു ലൈഫ് സ്റ്റോറി വീഡിയോ ഒരു ചാനലിൽ ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഒരു മനസ്സിൽ തോന്നിയത്, എന്നാൽ പിന്നെ ലൈഫ് സ്റ്റോറി തീം തന്നെ ചെയ്യാമെന്ന്. അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. പിന്നെ പറയണത് അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പം എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ പേര് ഫൗന. എൻ്റെ സ്ഥലം എന്ന് പറയുന്നത് തിരുവനന്തപുരം ആറ്റിങ്ങൽ സൈഡിലായിട്ട് വരും. അങ്ങനെ ഞാൻ മാരീഡാണ്. എനിക്ക് 2 ഫാമിലീസ്, അതായത് ബിഫോർ മാരേജ് ആൻഡ് ആഫ്റ്റർ മാരേജ്, അങ്ങനെ 2 ഫാമിലീസ് ഉണ്ട്. എൻ്റെ സ്വന്തം വീട്ടിലാണെങ്കിൽ ഉമ്മ ഉണ്ട്, വാപ്പ ഉണ്ട്, സിബ്ലിങ്സ് 2 പേരുണ്ട്. അവർ 2 പേരും മാരീഡാണ്. അപ്പം എൻ്റെ ബ്രദർ ഗൾഫിൽ സെറ്റിൽഡാണ്. എൻ്റെ സിസ് തൊട്ടപ്പുറത്താണ് വീട് തൊട്ടപ്പുറത്തെന്ന് പറഞ്ഞാൽ വീട് തൊട്ടപ്പുറത്ത് ഹസ്ബൻഡിൻ്റെ വീട് അങ്ങനെയല്ല, ഒരുപാട് ദൂരെ ഇല്ല. അങ്ങനെയാണ് ആ സിസിനെ കെട്ടിച്ചത്. മൂന്നാമത്തെ ഞാൻ. അങ്ങനെ ഇതാണ് എൻ്റെ ഫസ്റ്റ് ഫാമിലി. അങ്ങനെ ഞാൻ പണ്ട് ഗൾഫിലൊക്കെ ആയിരുന്നു. അപ്പോൾ LKG UKG ഗൾഫിലായിരുന്നു. പിന്നെ നാട്ടിൽ വന്ന് പിന്നെ ഇവിടെ സെറ്റിൽഡായി. ഇവിടെ സെറ്റിൽഡായപ്പം സ്കൂൾ ലൈഫൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഇനി കോളേജ് ലൈഫും കഴിഞ്ഞു. കോളേജ് ലൈഫിലെന്ന് പറഞ്ഞാൽ ഞാൻ പഠിച്ച ഡിഗ്രി ഗ്രാജുവേറ്റഡ് എന്ന് പറഞ്ഞാൽ BSc ബയോകെമിസ്ട്രി ഇൻഡസ്ട്രി മൈക്രോബയോളജിക്കാണ് ഞാൻ ഗ്രാജുവേറ്റഡ് ആയത്. പിന്നെ എൻ്റെ ഡിഗ്രി ഫൈനൽ ഇയർ എക്സാമിൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൻ്റെ തലേദിവസമായിരുന്നു എൻ്റെ കല്യാണം. അങ്ങനെ പിറ്റേന്ന് എക്സാമൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിലോട്ട് പോണത്. അപ്പോഴും നമുക്കങ്ങനെയാണല്ലോ, വെച്ചാൽ ആദ്യത്തെ ദിവസം പെണ്ണിൻ്റെ വീട്ടിൽ, പിന്നെയാണ് ഹസ്ബൻഡിൻ്റെ വീട്ടിലോട്ട് പോകണം. പിറ്റേ ദിവസം ഹസ്ബൻഡിൻ്റെ വീട്ടിൽ എല്ലാവരും കൂടെ വന്ന് വിളിച്ചുകൊണ്ട് പോകുന്നത്. അങ്ങനെയാണ് പോയി. അങ്ങനെ കല്യാണം എന്ന് പറയുന്നത് ജൂൺ 27, 2021 കല്യാണം. അങ്ങനെ കല്യാണമൊക്കെ കടന്നു പോയി. അങ്ങനെ ഹസ്ബൻഡിൻ്റെ വീട്ടിലൊക്കെ പോയി, എല്ലാം കഴിഞ്ഞു. ഇനി അടുത്ത അവിടെ ആയിട്ടൊക്കെ പൊരുത്തപ്പെട്ടൊക്കെ അങ്ങ് പോയി. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ 2022 ഓഗസ്റ്റ് 19 ചിക്കു വന്നു. അതായത് അവന് വീട്ടിൽ വിളിക്കുന്ന പേരാണ് ചിക്കു. അങ്ങനെ ചിക്കു വന്നത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ പിന്നെ ഇക്കയുടെ ഫാമിലിയെ പറ്റി പറഞ്ഞില്ലല്ലോ. അതായത് ഇക്കയുടെ വീട്ടിലെന്ന് പറഞ്ഞാൽ എന്നെ കല്യാണം കഴിച്ച് കൊണ്ടുപോയ വീട്ടെന്ന് പറഞ്ഞാൽ ഇക്കയുടെ മാമ ഉണ്ട്, ഉമ്മയുടെ ഉമ്മ ഉണ്ട്, പിന്നെ അനിയനുണ്ട്. അങ്ങനെ ഇവർക്ക് 4 പേരാണ് ഉണ്ടായത്. ഇപ്പം ഞാൻ കൊടുത്തിട്ട് 5 പേര്. പിന്നെ ഒരു കുഞ്ഞൊക്കെ ആയതല്ലേ എന്ന് വിചാരിച്ച് നമുക്ക് പിന്നെ ഒരു വീട് വേണമെന്നൊരു മോഹം. അങ്ങനെ ആ വീടിൻ്റെ ആഗ്രഹവും കൊണ്ട് നമുക്കൊരു വീടായി. ഇപ്പോൾ ഒരു വീടായി. നമ്മളിങ്ങോട്ട് താമസം മാറിയിട്ട് ഒരു 2 മാസമായി. 2 മാസം കഴിഞ്ഞു. അങ്ങനെ അതും കഴിഞ്ഞു. അപ്പം ലൈഫ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെയുള്ള ലൈഫ് സ്റ്റോറിയാണ് ഞാൻ പറഞ്ഞത്. ചിക്കുവിനിപ്പം ഈ മാസം 2 വയസ്സാവാൻ പോവുകയാണ്. ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഇതുവരെയുള്ള ലൈഫ് സ്റ്റോറി. ഇനി അങ്ങോട്ടുള്ളത് ഞാൻ വരും ദിവസങ്ങളിൽ പറയാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നേരത്തെ പറഞ്ഞ കണക്ക് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കാണാം. ബൈ.